ഹായ് എവരിബഡി, വെരി മോർണിംഗ്, ഹാപ്പി മൺഡേ. ഞാനേ ഞങ്ങളെ കോളേജിലൊരു PhD എടുക്കാൻ ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നു. അവനത് മുഴുപ്പിച്ചില്ല. അപ്പം ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇവൻ്റെ ഭാര്യ കിണർ ചാടി. ഇന്ന് കേരളത്തിലിരിക്കുന്ന ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഒരാൾ ഇടപെട്ടത് മുക്കി പെണ്ണുങ്ങളെ കേസ് മുക്കാൻ PhD ലഭിച്ചവരാണല്ലോ നാട്ടിൽ. അതാണ് അതിൻ്റെ പ്രാധാന്യം. ലേഡീസിനെ ശല്യം ചെയ്യാനും അത് ഒതുക്കാനും PhD എടുത്തവരാണ്, എസ്പെഷ്യലി കണ്ണൂരിൽ. അങ്ങനെ ആ ലേഡീൻ്റെത് ഒതുക്കി. ഇവൻ കുറച്ച് നാൾ കോളേജിൽ വന്ന്, സത്യം പറഞ്ഞാൽ ഞാൻ ഇവന് ചെയറും ടേബിളെല്ലാം കൊടുത്തിട്ട് ഇവൻ്റെ ചന്തി കുത്താൻ ഒരു സ്ഥലമാക്കി കൊടുത്തത്. അപ്പം ഈ ചുമരെഴുത്ത് വന്നപ്പോൾ ഇവനങ്ങനെ എന്നെ വെച്ചങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് നിന്ന് എന്തോ ലക്ഷങ്ങൾ വാങ്ങിച്ചു എന്നോ ചോദിച്ചു എന്നോ എന്താണെന്ന് എനിക്ക് വ്യക്തതയില്ല. അവൻ പലതും പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരും എല്ലാം പറയുന്നു, ദയവേത് നിങ്ങൾ ആ ടീമിൻ്റെ സബ്ജക്റ്റ് ഒന്ന് വിടുമോ, ഞങ്ങൾക്കത് കേൾക്കാനേ താല്പര്യമില്ല, അരോചകം തോന്നി. ഇത്രമാത്രം അധപ്പതിച്ച ടീമിൻ്റെ കാര്യം കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് വിത്ത് എവിഡൻസ് നിങ്ങളിങ്ങനെ ഇത്രയും കയ്യിൽ വെച്ച് സധൈര്യം പറയുമ്പോൾ, അവർ കാണിക്കുന്ന മനുഷ്യത്വക്കേടും അവർ കാണിക്കുന്ന വൃത്തികേടും അവരെ സാഡിസും അവരെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും അവർക്ക് കിട്ടുന്ന ആ ഒരു അമിതമായ സപ്പോർട്ടാണല്ലോ ഒരാളെ ശല്യം ചെയ്യാനുള്ള അവരെ പ്രേരണ. അതായത് അവർക്ക് സർക്കാർ വക്കീലുണ്ട്, അവർക്ക് പാർട്ടി വക്കീലുണ്ട്, നിനക്കതില്ല, നീ എത്രത്തോളം കളിക്കും, ഇങ്ങനെയൊക്കെ അവർ വെല്ലുവിളിക്കുന്നത്. കാരണം അവർക്ക് ലക്ഷ്യങ്ങൾ എറിയാനുണ്ട്. അപ്പോൾ അങ്ങനെ വെല്ലുവിളിക്കുമ്പം കോളേജിൽ പലതരം ചർച്ചയുണ്ടാവും, ഉപ്പ് ശേഖരണം ഉണ്ടാവും, പലതരം വൃത്തികേട് പറയലുണ്ടാവും. അതൊക്കെ കാലാകാലങ്ങളായിട്ട് നടക്കുക. ഞാൻ അതിൽ വറീഡല്ല. പക്ഷെ പുറത്തുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് ഇവിടെ PhD എടുക്കാൻ വന്നിട്ട് അവൻ ആഘോഷിക്കുന്നുണ്ട്. അവനും കൂടി ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അവൻ്റെ വിശദമായത് ഞാൻ ഇന്ന് പറയും. ഞാൻ അവൻ്റെ ഭാര്യനെ പോലെ കിണറിൽ തുള്ളിയിട്ടില്ല. അവൻ തുള്ളിക്കാൻ നോക്കിയാൽ ഞാൻ തുള്ളൂല്ല. അവൻ്റെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട് ഇന്ന് എൻ്റെ വീഡിയോയിൽ. ഞാൻ മുഴുവനായിട്ട് തന്നെ പല ആളതും പറയും. അങ്ങനെയുള്ള വീഡിയോയിലായിരിക്കും എന്നെ ഉൾപ്പെടുത്തുക. കാരണം നിങ്ങളത് മാത്രം ആയിരിക്കും കേൾക്കണ്ട. GECയിലെ കാര്യം മാത്രം ആർക്കും കേൾക്കണ്ട. അത്ര അധപ്പതിച്ചതുകൊണ്ട്